ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. സത്യവിശ്വാസികളെ, നമ്മുടെ സംഗമം അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അല്ലാഹു അവർക്കും നമുക്കും നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധന കാലഘട്ടത്തിന്റെ മുഖവുര, അതായത് അതിന്റെ ആദ്യ സന്ദർഭങ്ങളെ കുറിച്ച് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിലും ഹദീസുകളിലും കാണുന്നത് ജബൽ അബുൽ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിലേക്ക് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ കുടുംബത്തെ വിളിച്ചു കൂട്ടി എന്നുള്ളതാണ്. ആ ചരിത്രത്തെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ സൂചിപ്പിച്ചത് വഅൻദിർ അശീറതകൽ അഖറബീൻ എന്ന ആയത്ത് ശകലം കൊണ്ടാണ്. അങ്ങയുടെ ഏറ്റവും അടുത്ത കുടുംബക്കാർക്ക് അങ്ങ് മുന്നറിയിപ്പ് നൽകണം എന്നതാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ആശയം. ഏറ്റവും അടുത്ത കുടുംബക്കാർക്ക് മുന്നറിയിപ്പ് നൽകി അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കാൻ, കുടുംബക്കാരിൽ ഏറ്റവും അടുത്ത കുടുംബക്കാരിൽ കാണപ്പെടാൻ പാടില്ലാത്തത് കാണപ്പെടുകയും അരുതായ്മകൾ പലതും അരങ്ങേറുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കേണ്ടത് അള്ളാഹുവിന്റെ നരകത്തിന്റെ ശക്തമായ ശിക്ഷയെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് വേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരു സമൂഹത്തിന്റെ മുന്നിൽ എല്ലാവിധ അംഗീകാരത്തോടുകൂടെയും അൽ അമീൻ എന്ന പദവി അനുസ്യൂതം വിരാജിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ തന്റെ പ്രിയപ്പെട്ട പ്രബോധിതരായ കുടുംബത്തോട് പറയേണ്ട മുന്നറിയിപ്പ് നരകത്തെക്കുറിച്ചുള്ള ഭയപ്പാട് കൊണ്ടായിരിക്കണം. നരകം ഭയക്കണം എന്നതാണ്. അപ്പൊ അത്രത്തോളം നരകത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് പ്രബോധനത്തിന്റെ ആദ്യ അക്ഷരം എന്ന പോലെ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ അള്ളാഹു ഏൽപ്പിക്കുകയാണ്. അതിന്റെ ആദ്യ ഭാഗം ആമുഖം. അള്ളാഹു ഈ ഭൂമിയിൽ അനിഷ്ടകരമായ പലതിനെയും, അല്ലെങ്കിൽ കേൾക്കാൻ രസമില്ലാത്ത പലതിനെയും സൃഷ്ടിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത അതേ ദിവസത്തെ തന്നെയാണ് നരകത്തെ സൃഷ്ടിക്കാനും വേണ്ടി എടുത്തിട്ടുള്ളത്. ചില ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും, ആഴ്ചകളിലെ 7 ദിവസങ്ങളിൽ ചൊവ്വാഴ്ച എന്ന് പറയുന്ന ദിവസത്തെക്കുറിച്ച്. ഇബ്ലീസ് ഭൂമിയിൽ വന്നത് ചൊവ്വാഴ്ചയാണ്. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ആ രോഗം പിടിപെട്ടത് ഒരു ചൊവ്വാഴ്ചയാണ്. ആദ്യം മലക്ക് റൂഹ് പിടിച്ചത് ഒരു ചൊവ്വാഴ്ചയാണ്. ഒരു ഭാഗ്യം കെട്ട സമയമെന്ന് പറയുന്ന രക്തം നിലയ്ക്കാത്ത ഒരു നേരം അത് ചൊവ്വാഴ്ചയിൽ ഉണ്ട് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് മുറിവുണ്ടായാൽ രക്തം നിലയ്ക്കാത്തൊരു നേരം ചൊവ്വാഴ്ചയുണ്ട്. ഇതേ ഗണത്തിലാണ് ഹദീസ് ക്രോഡീകരണത്തിൽ നരകത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. അള്ളാഹു നരകത്തിന് സൃഷ്ടിപ്പ് നടത്തിയത് അതൊരു ചൊവ്വാഴ്ചയാണ്. അപ്പോ നമുക്ക് കേൾക്കുമ്പോൾ ഭയം തോന്നുന്ന, പ്രത്യേകം മനസ്സിന് സന്തോഷം കൊണ്ടുവരാൻ കഴിയാത്ത കുറെ കേൾവിക്കൂട്ടത്തിൽ, കുറെ കേൾക്കേണ്ട കാര്യങ്ങളുടെ കൂട്ടത്തിൽ ആ ഒരു ഗണത്തിലാണ് നരകത്തിന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊവ്വാഴ്ച എന്ന് പറയുന്ന ദിവസത്തിലേക്ക് ഈ പറയപ്പെട്ട കാര്യങ്ങളുടെ കൂടെ നരകത്തിന്റെ സൃഷ്ടിപ്പിന്റെ കഥയും പറഞ്ഞു തന്നിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൽ സ്വർഗത്തെക്കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട്. സ്വർഗത്തെക്കുറിച്ച് പറയുന്ന ആയത്തുകളിൽ മിക്കവാറും ഒരു ഏകീകരണ സ്വഭാവം, അതായത് ഒരിടത്ത് പറയുന്നതിനോട് സാമ്യം തോന്നുന്ന ചില അവതരണ ശൈലികൾ സ്വർഗത്തെ അവതരിപ്പിക്കുന്നിടത്ത് പിന്നെയും കാണാറുണ്ട്. ഒരു ഉദാഹരണം, നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ എല്ലാവർക്കും അറിയത്, അത് സ്വർഗത്തെ കുറിച്ചാ പറയുന്നത്. അങ്ങനെ ഒരു സ്വർഗീയമായ അവതരണം, ഈ ആവർത്തനം എന്ന് നമുക്ക് തോന്നിക്കുന്ന പദങ്ങളുടെ പിന്നെയുമുള്ള ഒരു വരവ് ഏകദേശം ആശയപരമായി മിക്കവാറും ഒരു ഏകീകരണം നമുക്ക് തോന്നാറുണ്ട്. അതിന്റെ ഒരു ഉദാഹരണമാണ് ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ.
എന്നാൽ നരകത്തെ കുറിച്ച് അവതരിപ്പിക്കുന്നിടത്ത് വ്യത്യസ്തതകൾ കാണാൻ കഴിയുന്നു. നരകത്തിന്റെ അദാബിനെ കുറിച്ചാണല്ലേ പറയുന്നത്. ആ വ്യത്യസ്തതകൾ ഭയപ്പെടുത്തുന്ന രീതിയിലാണ്, നമ്മെ ഭയപ്പെടുത്തുന്ന രീതിയിലാണ് ആ വ്യത്യസ്തതകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എത്ര പേടിപ്പെടുത്തുന്ന വചനങ്ങളാ പരിശുദ്ധമായ ഖുർആൻ നരകത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് ആയത്തുകൾ ഇത് സംബന്ധമായിട്ട് പഠിക്കാനുണ്ട്. മിക്കവാറും നമുക്ക് പരിചയമുള്ള ചെറിയൊരു സൂറത്തിന്റെ ഒരു ചെറിയ ഭാഗം ഞാൻ ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹൽ അതാക ഹദീസുൽ ഗാശിയ വുജൂഹു യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ തസ്ലാ നാരൻ ഹാമിയ തുസ്ഖാ മിൻ ഐനിൻ ആനിയ ലൈസ ലഹും ത്വഅമുൻ ഇല്ലാ മിൻ ളരീഅ ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂഅ വുജൂഹു യൗമഇദിൻ നാഇമ ലിസ്സഈഹാ റാദിയ. എല്ലാവർക്കും പരിചയമുള്ള ആയത്തുകൾ. ഈ അധ്യായത്തിൽ സ്വർഗവും നരകവും പറയുന്നുണ്ട്. തുടങ്ങുന്നത് നരകത്തെ കുറിച്ചാണ്. എല്ലാം മൂടപ്പെടുന്ന ഒരു വാർത്തയുണ്ട്. എല്ലാത്തിനെയും മൂടുന്നത് സംബന്ധമായ വർത്തമാനം വന്നില്ല നബിയേ. എല്ലാം മൂടാണ്. ഖിയാമത്ത് നാളാണ് പറഞ്ഞത്. അന്ന് എല്ലാം മൂടപ്പെടുന്ന ഒരു ദിവസം. ആ സമയത്ത് ചില മുഖത്ത് നോക്കിയാൽ നമുക്കറിയാം, ആ മുഖം പേടിച്ചരണ്ട പോലെ. ആ മുഖങ്ങൾ കുറെ നേരം വിശ്രമമില്ലാത്ത ഏതോ ജോലി ചെയ്ത് ക്ഷീണിച്ചു വന്ന പോലെ നബിയെ. അങ്ങനെ കുറെ മുഖങ്ങൾ ഇന്ന് കാണാം. തസ്ലാ നാരൻ ഹാമിയ. ഉയരമുള്ള ഭാഗത്ത് നിന്നും കുറച്ച് വെള്ളമൊഴിച്ചാൽ അത് താഴ്ഭാഗത്തേക്ക് അനിഷേധ്യമായി ഒഴുകി വരുന്ന പോലെ. അങ്ങനെ ഉണ്ടല്ലോ, മുകളിൽ നിന്ന് വെള്ളം ഒരു ചെരിഞ്ഞിരിക്കുന്ന ഒരു പ്രതലത്തില്, ഒരു പ്രതലം ഇങ്ങനെ ചെരിച്ചു വെച്ചാൽ ആ ചെരിഞ്ഞിരിക്കുന്ന പ്രതലത്തിന്റെ മുകളിൽ വെള്ളം ഒഴിച്ച ആ വെള്ളം താഴേക്ക് ഒലിച്ചിറങ്ങുന്ന പോലെ ഈ നരകത്തിലേക്ക് മുഖം വാടിയ ഈ വർഗം തനിയെ വന്നു ചേരുമെന്ന് ഖുർആൻ. അങ്ങനെ തനിയെ വന്നു ചേരും, തനിയെ വന്നു ചേരും. നരകത്തിലേക്ക് പോകേണ്ടവരെ ആരും വലിച്ചിഴച്ചു കൊണ്ടുപോയില്ലെങ്കിലും, പിടിച്ചു വലിച്ചു എറിഞ്ഞില്ലെങ്കിലും സ്വമേധയാ അവരവിടെ വന്ന് ചേരുന്ന കോലത്തിലാ ആ സംവിധാനം അല്ലാഹു വെച്ചിട്ടുള്ളത്. ഇവിടെ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. നരകത്തിലേക്ക് തനിയെ വന്നു ചേരുമെന്ന് പറഞ്ഞാലും നരകത്തിലേക്ക് എറിയാൻ തന്നെ മലക്കുകളെ അല്ലാഹു വേറെയും വെച്ചിട്ടുണ്ടേ. മനസ്സിലാക്കണം. നരകത്തിലേക്ക് തന്നെ വന്നു ചേരും. ആ ഒരു സിസ്റ്റം അവിടെ ഉള്ളത്. തസ്ലാ നാറൻ എന്ന് പറഞ്ഞാൽ സ്വലാ യസ്ലാ എന്ന് പറഞ്ഞാൽ തനിയെ വന്നു ചേരണം. ഇനി വേറൊരു ആയത്ത് ഞാൻ പറയാം കേട്ടോ. സൂറത്തുൽ ഹാഖയുടെ ചില ആയത്തുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأما من أوتي كتابه بشماله فيقول يا ليتني لم أوت كتابيه ولم أدر ما حسابيه يا ليتها كانت القاضية ما أغنى عني ماليه هلك عني سلطانيا خذوه فغلوه خذوه فغلوه ثم الجحيم صلوه ثم في سلسلة ذرعها 70 ذراعا فاسلكوه. പടച്ചോനെ പേടിയാവുക. ഇടത്തെ കയ്യിൽ കിതാബ് കിട്ടി പുറം ഭാഗത്തൂടെ വന്നിട്ട്
അപ്പൊ അവൻ പറയും, കിതാബ് കയ്യിൽ പിടിച്ചിട്ട് അവൻ പറയും, യാ ലൈതനി ലം ഊത കിതാബിയ, ഈ കിതാബ് കിട്ടാതിരുന്ന മതിയായിരുന്നു, ഞാൻ പരാജയപ്പെട്ടു, പടച്ചോനത് കിട്ടണ്ടായിരുന്നു, ഇത് കിട്ടേണ്ടതില്ലായിരുന്നു, എടുത്ത കയ്യലാ കിട്ടിയത്. വലം അദ്രി മാ ഹിസാബിയ, എന്റെ കണക്കുകളെ കുറിച്ച്, എന്റെ നന്മകളെ കുറിച്ച് എനിക്കൊരു ബോധവുമില്ലാതെ, നന്മയും തിന്മയും എത്ര എന്നതിനെ കുറിച്ച് എനിക്കൊരു കണക്കുമില്ലാതെയാണല്ലോ ഞാൻ ജീവിച്ചത്. യാ ലൈതഹാ കാനത്തിൽ ഖാദിയ മാ ഗന അന്നി മാലിയ, എന്റെ പണം കൊണ്ട് എനിക്ക് രക്ഷപ്പെടാനുള്ള സ്വാധീനം ഇവിടെ സാധ്യമല്ലല്ലോ. ഹലക അന്നി സുൽത്താനിയ, എന്റെ അധികാരങ്ങളും എന്റെ സ്വാധീനങ്ങളും എനിക്ക് ഇല്ലാതെ പോയ ഒരു സ്ഥലമല്ലയോ ഇത്. ഇവന്റെ ഈ വിലാപവാക്കുകൾ കേട്ടുകൊണ്ടിരിക്കാൻ ഇവിടെ ആരുമില്ല. അള്ളാഹു ഏൽപ്പിച്ചത് ചെയ്യാനുള്ള എല്ലാ താല്പര്യത്തിലും തയ്യാറെടുപ്പിലും കർക്കശ കണിശിത ഭാഷക്കാരായ മലക്കുകൾ അവര് വിളിച്ചു പറയും, ഖുദൂ ഖുദൂ ഖുദൂ, അവനെ പിടിക്കേ, അവനെ പിടിക്കണേ. ഫഗുല്ലൂ, അവനെ ചങ്ങലക്കിടണേ. നരകവാസിയെ ചങ്ങലയിടുന്നത് എങ്ങനെയെന്ന് പറയാൻ എത്ര ആയത്തുകൾ. ഇൻഷാ അല്ലാഹ് ഭാഗം പിന്നീട് നമ്മൾ പറയുന്നതാണ്. പിന്നെയോ അവന്റെ വിലാപവാക്കുകൾക്ക് അവിടെ പുല്ലുവില. മലക്കുകൾ വിളിച്ചു പറയും, അവനെ പിടിയടോ, അവനെ ചങ്ങലക്കിടടോ. സുമ്മൽ ജഹീമ സ്വല്ലൂ, പിന്നെ ജഹീം എന്ന നരകത്തിലേക്ക് അവനെ വലിച്ചെറിയടോ. ജഹീം എന്ന നരകത്തിലേക്ക് വലിച്ചെറിയാൻ, ജഹീം എന്ന നരകം അങ്ങോട്ട് വലിച്ചെറിയും. ഞാൻ തന്നെ അത് പറഞ്ഞത്, വലിച്ചെറിഞ്ഞില്ലേലും അനിഷേധ്യമായി ആ നരകത്തിലേക്ക് ഈ വിഷാദ മുഖത്തിന്റെ ഉടമകൾ വന്നു ചേരുമെന്ന ഖുർആൻ പറഞ്ഞത്. തസ്ലാ നാറൻ ഹാമിയ, ചുട്ടുപഴുത്ത നരകത്തിന്റെ അകത്തേക്ക് അവർ വന്നു ചേരും, ഒഴുകി ഒഴുകി വരും. തുസ്ഖാ മിൻ ഐനിൻ ആനിയ, ദ്രാവക രൂപത്തിലുള്ള ഒരു പദാർത്ഥം, അത് ചൂട് പിടിച്ചാൽ അതിന്റെ പരമാവധി എത്രയെത്തുമെന്ന് ഭൂമിയിൽ സങ്കല്പിക്കാവതല്ല. മാക്സിമം ലാവ ഉരുകുന്നത്. എന്നാൽ ദ്രാവക രൂപത്തിൽ ഒരു പാനീയം, അതിന്റെ പരമാവധി ചൂടിൽ അല്ലാഹുവിന്റെ സൃഷ്ടിയിൽ ഇന്ന് വരെ തിളച്ചിട്ടുള്ള ഏറ്റവും വലിയ തിളയുള്ള ദ്രാവകം, അത് കുടിക്കാൻ കൊടുക്കപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആൻ. ലൈസ ലഹും തആം ഇല്ലാ മിൻ വരീഅ്, ഒരു തരം നരകത്തിന്റെ മുൾച്ചെടിയുണ്ട്. ആ മുൾച്ചെടിയുടെ മുള്ളുകളായി ഇവർക്ക് തിന്നാൻ കൊടുക്കാ. അത് തിന്നാൻ കിട്ടിക്കഴിഞ്ഞാൽ ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂഅ്, നിലവിലെ നരകവാസികളുടെ വിശപ്പിന് അതൊരു അറുതിയും വരുത്തുന്നില്ല. അത് കഴിക്കുന്നത് കൊണ്ട് യാതൊരുവിധ പോഷക നേട്ടങ്ങളുമില്ല. അതാ നരകം. അങ്ങനെ ആ നരകത്തിന്റെ അവസ്ഥ അത് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു കാക്കട്ടെ. നരകത്തിന്റെ അവസ്ഥ അങ്ങനെയാ. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു നരകവാസി കരയുന്നത് എങ്ങനെയാ. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, നരകവാസിയുടെ കണ്ണുനീര് വറ്റി വറ്റി അവസാനം ബ്ലഡ് വരാൻ തുടങ്ങുമെന്ന് ഖാല റസൂലുള്ളാഹി. നരകവാസി കരഞ്ഞ അവസാനം കണ്ണീന്ന് കണ്ണീരാ വരാ. കണ്ണീര് തീർന്നു, കരഞ്ഞ കണ്ണീരിന്റെ അവസാനം പിന്നെ വരുന്നത്, അവന്റെ കണ്ണിലൂടെ ഒഴുകിയിറങ്ങുന്നത് അവന്റെ രക്തമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതങ്ങനെ ഒരു കൈത്തോട് പോലെ, നല്ല ആഴമുള്ള കൈത്തോട്, കപ്പലോടിക്കാൻ പറ്റുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലാ മുഹമ്മദ്. നരകവാസിയുടെ അലറിക്കരയൽ മേൽചുണ്ട് ഉച്ചി വരെ മടങ്ങി മടങ്ങി പോകും, നെറുക വരെ മേൽചുണ്ട് മടങ്ങി മടങ്ങി പോകും. അല്ലാഹു കാക്കട്ടെ. കീഴ്ചുണ്ട് പൊക്കിള് വരെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്ങാവതല്ല ഇതിന്റെ ചൂട്.
ഇതിന്റെ താപം നമുക്ക് താങ്ങാവതല്ല. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി തുർമുദി ഇബ്നു മാജ നമ്മൾ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഹദീസ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യപൂമാൻ പറയാ ഔഖദ അലന്നാരി അൽഫസനത്തിൻ ഹത്ത ഹമറത് ആദ്യം നരകത്തെ അല്ലാഹു ചൂട് പിടിപ്പിച്ചു. വെറുതെ നരകത്തെ ഇട്ട് കത്തിച്ചുകൊണ്ടിരുന്നു 1000 കൊല്ലം. നരകത്തിൻ്റെതായ ഊഷ്മാവിൽ നരകം അങ്ങ് കത്തിയതോടുകൂടെ ചുട്ടുപഴുത്തു. 1000 കൊല്ലം കൊണ്ട് നരകത്തിന്റെ കനൽ കട്ടകൾക്ക് ഇപ്പോൾ കടുംചുവപ്പാ. നബിയുനാ റസൂലുള്ളാഹി അത് കഴിഞ്ഞു ثم أوقد عليها ألف سنة حتى ألف سنة أخرى حتى بيضت കടുംചുവപ്പ് നരകത്തെ പിന്നെയും അല്ലാഹു 1000 കൊല്ലവും കൂടി കത്തിച്ചു. ഇപ്പോൾ അതിന്റെ നിറം വെളുത്ത ശേഷം ആ വെളുപ്പിനെയും പിന്നീട് അല്ലാഹു 1000 കൊല്ലം വീണ്ടും കത്തിച്ചപ്പോൾ ഹത്തസ്വദ്ദത്ത് കടും കറുപ്പ ഫഹിയ സൗദാഉ കല്ലൈലിൽ മുസ്ലിം ഇരുളുമുട്ടിയ രാവ് പോലെ ഒരു ഇരുട്ടിന്റെ ലോകമായി നരകത്തിന്റെ തീ കടും കറുപ്പായി മാറി. ഇപ്പോൾ അത് കടും കറുപ്പാ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കാക്കട്ടെ. ചെറിയ കാര്യമൊന്നല്ല ഈ പറഞ്ഞത്, ചെറിയ കാര്യമൊന്നല്ല ഈ പറഞ്ഞത്. നരകത്തിന്റെ തീ എന്ന് പറയുന്നത് ഈ കടും കറുപ്പിന്റെ ഇരുട്ടിന്റെ ഒരു ലോകമായി തീർന്നിരിക്കുക. ആദ്യം കത്തിച്ചതിന്റെക്കും 1000 വർഷത്തെ അതിന്റെ ഊഷ്മാവ് 1000 വർഷം സെക്കൻഡുകൾ കണക്കുകൂട്ടി 1000 വർഷം അത് എത്ര ചൂട് പിടിച്ചിട്ടുണ്ടാവും. കത്തി 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 കടുംചുവപ്പ് അത് വെളുപ്പ് പിന്നെ കറുപ്പായി അതിന് രൂപാന്തരം മാറി. ഇനി കറുപ്പിന്ന് മാറാനില്ല. അങ്ങനെയാണല്ലോ ഏത് തീയുടെയും അവസാനം. തീ കഴിഞ്ഞ അവസാനം കറുത്ത് സാമ്പലായി കരിയായി പോകും. നരകം ഇപ്പോൾ കറുത്തിരണ്ടാ നിൽക്കുന്നു. അത്രയും കത്തിച്ചു. ഏത് തീയ? നമ്മുടെ നാട്ടിലെ തീയ അല്ല, നരകത്തിന്റെ തീയിന്റെ ചൂട് റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തിന്റെ തീയിന്റെ ചൂടാൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാറുക്കും ജുസുഉം മിൻ 70 ജുസുഅൻ മിൻ നാരി ജഹന്നം. നിങ്ങളുടെ ഭൂമിയിലെ നിങ്ങൾ കണ്ടെത്തിയ ടെമ്പറേച്ചറിന്റെ ഊഷ്മാവിന്റെ ഏറ്റവും മാക്സിമത്തിൽ ഒരു തീ ജ്വലിക്കുന്നതിന്റെ 70 ഇരട്ടി ചൂടാ നരകത്തിന്റെ തീയിനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സ്വഹാബി എഴുന്നേറ്റിട്ട് ചോദിച്ചു, ഈ കാലത്തിലെ കാഫിയത്തൻ നബിയെ, എന്തിനാ ഈ ഭൂമിയിലെ സാധാരണ തീ പോലും മതിയല്ലോ നരകത്തിന്, ഇനി എന്തിനാ 70 ഇരട്ടി? ഭൂമിയിലെ സാധാരണ തീയിൽ തന്നെ പല ഐറ്റം ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാ, വെള്ളം തിളയ്ക്കാൻ 100 ഡിഗ്രിയാ. വെള്ളം തിളച്ച വെള്ളത്തിന്റെ 100 ഡിഗ്രി സെൽഷ്യസ് അതിന്റെ ഊഷ്മാവും. അത് താങ്ങാൻ പറ്റുമോ നമ്മുടെ ശരീരത്തിന്? തിളച്ച വെള്ളം. പാല് തിളയ്ക്കുമ്പോ 100 പോരാ, പാലിന്റെ ചൂട് അതിനേക്കാൾ കൂടുതൽ. സാധാരണ തീ എന്ന് പറയുന്നത് നമ്മൾ കാണാറുണ്ട്, മജീഷ്യൻ ഉപയോഗിക്കുന്ന, മാജിക്കിൽ ഉപയോഗിക്കുന്ന തീയുണ്ട്. അങ്ങനെ വായിലൂടെ എടുക്കും, ശരീരത്തിലൂടെ ഇങ്ങനെ കാണിക്കും തീയെന്ന്. അത് ഫോസ്ഫറസ് കത്തുന്ന തീയ. ഫോസ്ഫറസ് കത്തുമ്പോൾ ചൂടില്ല, തീയ തന്നെ. കടലാസ് കത്തുന്നുണ്ട്, പക്ഷേ കടലാസിന്റെ മുകളിൽ ഇരുമ്പിന്റെ ആയുധം വെച്ചാൽ ഒരു പക്ഷെ അത് കനൽ കട്ട പോലെ ചുവപ്പ് കളറിൽ കത്തിക്കാനോ ചൂട് പിടിപ്പിക്കാനോ കടലാസ് കൊണ്ട് കഴിയൂല. കടലാസ് കത്തുന്നതല്ല, കരിക്കട്ട കത്തുന്നത്, ചിരട്ടക്കരി കത്തുന്നത് കടലാസല്ല. ചിരട്ടക്കരി കത്തുന്നത് കാർബണാണ്. കാർബൺ കത്തുന്നത് ഏറ്റവും ശക്തമായ ചൂടിലാണ്. അവിടെ തന്നെ പലതിനുമുണ്ട് കത്തലിൽ വ്യത്യാസം. എന്നാൽ കേട്ടോളൂ, ഈ ഭൂമിയിൽ അലൂമിനിയം ഉരുക്കാൻ 600 ഡിഗ്രി സെൽഷ്യസ് വേണം. വെള്ളം തിളക്കാൻ 100 മതി കേട്ടോ. അലൂമിനിയം ഉരുക്കാൻ 600 ഡിഗ്രി. കാസ്റ്റോൺ ആകുമ്പോൾ 1200 മുതൽ 1400 ഡിഗ്രി സെൽഷ്യസ്. സ്റ്റീൽ ഉരുകണമെങ്കിൽ 1400 മുതൽ 1600. സ്വർണത്തെ കുറിച്ച് പറയപ്പെടുന്നത് 900 ഡിഗ്രി എന്നൊക്കെയാ.
SST എന്ന് പറയുന്ന ഒരു ഭാഗം, ഒരു സാധനമുണ്ട്, ഒരു ലോഹമുണ്ട്. അത് ഉരുകാൻ 2000 മുതൽ 2200 ഡിഗ്രിയാണ്. സഹിക്കാൻ പറ്റില്ല ചൂട്. ഭൂമിയിൽ അതിനേക്കാളും ചൂട് വേണം, ഉരുകാൻ ചൂട് വേണം. മണ്ണും കല്ലും ഉരുകാൻ ഒരു പക്ഷെ 5000 ഡിഗ്രി വേണം. മണ്ണും കല്ലും ഉരുകി വരുന്നതാണ് ലാവ. ലാവയായിരിക്കാം ഒരു പക്ഷേ ഈ ഭൂമിയിൽ മനുഷ്യൻ കണ്ടെത്തിയ ഏറ്റവും ചൂടുള്ള തീയിന്റെ ഭാഗം. എന്നാൽ ഒരു അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ലാവാപ്രവാഹത്തിന്റെ ടെമ്പറേച്ചറിൽ നിന്നും നരകത്തിലേതായ തീയിന്റെ ടെമ്പറേച്ചർ കാണാൻ ലാവാ പ്രവാഹത്തിന്റെ ഏകദേശം 5000 ഡിഗ്രി സെന്റിഗ്രേഡിൽ നിന്നും അതിനെ 70 ഇരട്ടിയിലേക്ക് കൊണ്ടുവന്നാൽ ഏകദേശം നരകത്തിന്റെ തീയിന്റെ ആ ചൂട് നമുക്കറിയാൻ കഴിയും. അതിന് 3000 കൊല്ലം അള്ളാഹു വീണ്ടും വീണ്ടും ആവർത്തിച്ചു കത്തിച്ചു. അള്ളാഹു നമ്മെ കാക്കട്ടെ. അത്രയും കഠോരമായ തീ. സൂക്ഷിച്ചോളൂ എന്നാ പറഞ്ഞത്. സൂക്ഷിച്ചോ എന്നാ പറഞ്ഞത്. ഈ തീയനെ പേടിച്ചോ എന്നാ പറഞ്ഞത്. ഈ തീയനെ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞു. സൂക്ഷിച്ചോ എന്ന് പറഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ وقودوها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. സൂറത്ത് التحريم. സത്യവിശ്വാസികളെ, നിങ്ങളുടെ ഈ പച്ച ശരീരത്തെയും നിങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, ഉപ്പ ഉമ്മ ഭാര്യ മക്കള് സഹോദരങ്ങൾ ഭർത്താവ് സഹോദരന്മാർ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെയും ആ ജ്വലിക്കുന്ന നരകത്തിന്റെ കറുത്ത അഗ്നിയുണ്ടല്ലോ അതിലെരിയാൻ വേണ്ടി നിങ്ങൾ മാറ്റിവെക്കല്ലേ, സൂക്ഷിക്കണോട്ടോ എന്ന് ഖുർആൻ. അതിൽ കത്തിക്കപ്പെടുന്നത്, അതിൽ വിറകായി ഉപയോഗിക്കുന്നത് മനുഷ്യന്റെ പച്ച ശരീരത്തെയും നേരത്തെ നമ്മൾ പറഞ്ഞ ലാവാ പ്രവാഹത്തിൽ ഉരുകി വരുന്ന കല്ലുകളും പാറകളുമാണെന്ന് പരിശുദ്ധ ഖുർആൻ. നരകത്തിന്റെ കാവൽക്കാരെ കേട്ടോളൂ. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്. മലക്കുകളുടെ കൂട്ടത്തിൽ ശക്തരാണവർ. അവരെ സംബന്ധിച്ചിടത്തോളം സാധാരണ മലക്കുകളെ പോലെയല്ല, നല്ല ശക്തിയുള്ള മലക്കുകളാണ്. പരുപരുക്കക്കാരാ. ഇവരാവട്ടെ നരകത്തിന്റെ മുകളിലാ, അലൈഹ അല്ലെങ്കിൽ നരകത്തിന്റെ അരുകില. അവർ പെറുക്കി പെറുക്കിയിടാൻ എന്ന പോലെ ആരും പുറത്തേക്ക് വരാതെ ഈ മലക്കുകൾ കാവലിരിക്കുന്നു. ഒരിക്കലും അവർ ചിരിക്കൂല. അള്ളാഹു അവരെ ഏൽപ്പിച്ച ജോലിയല്ല, ഒരു വിട്ടുവീഴ്ചയും അവരിലില്ല. ലാ യഅ്സൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലാഹു കാക്കട്ടെ. ഒരു നിസ്കാരമുണ്ട് മുഅ്മിനേ. ഒരു കൊല്ലം ഈ നിസ്കാരം ഒരാൾ മുടങ്ങാതെ നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ ശരീരം ഉറപ്പായും നരകത്തിൽ പോകൂല. ഒരു കൊല്ലം ഈ സുന്നത്ത് നിസ്കാരം മുടങ്ങാതെ ഒരാൾ നിസ്കരിച്ചാൽ 2 റക്അത്ത് മതി, ഒരിക്കലും ആ ശരീരം നരകത്തിൽ പോകൂല എന്ന് ഉറപ്പുണ്ട്. അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചതാ ആ നിസ്കാരമാണ് ളുഹാ നിസ്കാരം. പതിവായി ളുഹ നിസ്കരിച്ചോളൂ, നേട്ടങ്ങൾ വലുതാണ്. പ്രധാന നേട്ടം, ഒരു കൊല്ലം അത് മുടങ്ങാതെ ഒരൊറ്റ ളുഹയും പോയിട്ടില്ല എങ്കിൽ അവർക്ക് ഉറപ്പിക്കാം, അവർക്ക് നരകമോചനം. അല്ലാഹു നസീബാക്കട്ടെ. രണ്ടാമത്തേത്, ളുഹാ നിസ്കാരം കൊണ്ട് നമ്മുടെ കുടുംബത്തിലേക്ക് സാമ്പത്തികമായ ബറക്കത്ത് കൂടുതൽ കിട്ടും, ചെയ്യുന്ന തൊഴിലിൽ അഭിവൃദ്ധി കിട്ടും, ആരോഗ്യത്തിൽ ബറക്കത്തുണ്ടാകും. ളുഹാ നിസ്കാരം സ്വർഗത്തിന്റെ സമയത്തിൽ നിർവഹിക്കപ്പെടുന്ന നിസ്കാരമാണ്. ളുഹാ നിസ്കാരത്തിന്റെ ഒരു നേരമുണ്ടല്ലോ,
സൂര്യോദയം കഴിഞ്ഞ് 20 മിനിറ്റ് കഴിഞ്ഞാൽ ളുഹാ നിസ്കാരത്തിന്റെ സമയം സ്റ്റാർട്ട് ചെയ്തു. അത് ളുഹർ വരെ ഉണ്ട്. അതിന്റെ ഏറ്റവും അഫ്ളലായ ടൈം അയിമ്മത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മഹാന്മാരായ അയിമ്മത്ത് അബൂ ഹനീഫത്തുൽ കൂഫിയെ പോലെയുള്ളവർ പറയുന്നത് സുബഹി ഖളാ ആകുന്ന ഉദയം ഉണ്ടല്ലോ, നമ്മുടെ കലണ്ടറിലൊക്കെ ഉണ്ട് ഉദയം. ആ ഉദയത്തിന്റെ 20 മിനിറ്റിന് ശേഷം മുതൽക്ക് ആരംഭിക്കുമല്ലോ, ആ ആരംഭിക്കുന്ന സ്റ്റാർട്ടിംഗ് ടൈമാണ് ഏറ്റവും അഫ്ളൽ എന്ന് പറയുന്ന അയിമ്മത്തുണ്ട്. ശാഫിഈ മദ്ഹബിൽ പകലിന്റെ ആദ്യത്തെ 1/3 ആ സമയത്ത് ഏകദേശം ഒരു 9 മണി അഫ്ളൽ. ളുഹാ നിസ്കാരത്തിന് മറ്റൊരു പേരിൽ അറിയപ്പെടാറുണ്ട്, ഇഷ്റാഖ് നിസ്കാരം എന്നും പറയാറുണ്ട്. പേരെ വ്യത്യാസമുള്ളൂ. അത് ഹനഫി മദ്ഹബിലാണ് ഇഷ്റാഖ് എന്ന പ്രയോഗം കൂടുതൽ കാണപ്പെടുന്നത്. ളുഹാ നിസ്കാരത്തിന്റെ ആദ്യ സന്ദർഭം എന്ന് പറയുന്നത് സുബഹി ഖളാ ആക, അതായത് ഉദയത്തിന്റെ നേരത്തല്ല, ഉദയം കഴിഞ്ഞ് 20 മിനിറ്റ് കൂടി കഴിയണം. അതിനുശേഷം ളുഹാ നിസ്കരിക്കാവൂ. അതുവരെ ഒരാൾ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ അവിടെ ഇരുന്നു കൊണ്ട് ഈ ളുഹാ നിസ്കരിക്കുന്നവരെ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് ദിക്റുകളിലും ഖുർആൻ പാരായണത്തിലുമായി വ്യാപൃതനായി അമലിൽ തുടർന്ന് വന്നാൽ ആ മനുഷ്യന് ളുഹാ നിസ്കാരത്തിന്റെ ആദ്യ സന്ദർഭത്തിലെ നിർവഹണം കൊണ്ട് ഹജ്ജും ഉംറയും ചെയ്ത കൂലിയുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനിയുടെ ഗുനിയരി ഹദീസ് കാണാം. ഇനി കുറച്ചുപേരോട് കഴിഞ്ഞിട്ട് നിസ്കരിച്ചാലും മതി. 9 മണിക്ക് നിസ്കരിച്ചതിനാൽ ഷാഫിഈ മദ്ഹബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൈമാണത് 9 മണി. അത് ളുഹർ വരെ ടൈം ഉണ്ടെങ്കിൽ പോലും 9 മണിയോടുകൂടെ നിസ്കരിക്കുകയാണെങ്കിൽ ളുഹാ നിസ്കാരത്തിന്റെ ഷാഫിഈ മദ്ഹബിൽ അഫ്ളലായ ടൈം. അത് ആദ്യ സന്ദർഭത്തിൽ നിസ്കരിക്കും. എന്തായാലും അത് മുടങ്ങരുത്. ഒരു കൊല്ലം മുടങ്ങാതിരുന്നാൽ ആ മനുഷ്യന് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത് നരകമോചനം ഉറപ്പാ. അങ്ങനെ ഒരു അമല് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് നമ്മളത് ഉപയോഗിച്ചില്ലെങ്കിൽ മോശ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ഹദീസ്, ഒരു ആയത്ത് കേട്ടോളൂ. ഇതിനൊക്കെ വേണ്ടിയാണല്ലോ നമ്മൾ അമല് ചെയ്യുന്നത്. അമലിന്റെ രൂപത്തിന് പോണം, അതിന് പറയപ്പെട്ട രീതിയിൽ പോണം. നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു ആയത്ത്. എന്ത് രസകരമായ അവതരണമാണിത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുകും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് നാം ഒരു കച്ചവടം പഠിപ്പിച്ചു തരട്ടെ. അല്ലാഹു നമ്മോട് പറയാണ്. ആ കച്ചവടത്തിന്റെ ലാഭം എന്താണെന്നറിയുമോ? അള്ളാഹുവിന്റെ അദാബിൽ നിന്നും നിങ്ങൾക്കൊരു കാവലാണ്. കച്ചവടത്തിന്റെ ലാഭം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സ്വർഗം കിട്ടലാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നരകത്തിൽ നിന്നും കാവല് കിട്ടാൻ ഒരു കച്ചവടമുണ്ട്. ആ കച്ചവടം തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും. നിങ്ങളുടെ ശരീരത്തിന്റെ അധ്വാനങ്ങൾ അമലാവണേ, അതിനുള്ള ശ്രദ്ധ വേണം നിങ്ങൾക്ക്. അതോടൊപ്പം നിങ്ങളുടെ സമ്പത്ത് വ്യയം ചെയ്യൽ സ്വതക്കയാവണേ, അത് കൂലി കിട്ടുന്ന രൂപത്തിലാവണം സമ്പത്ത് ഉപയോഗിക്കൽ. ഇതിനൊക്കെ ഉപോത്ബലകമായി ഉള്ളിന്റെ ഉള്ളിലുണ്ടാവണം. അള്ളാഹു എന്ന ചിന്ത വേണം, റസൂൽ എന്ന ചിന്ത വേണം. അങ്ങനെ നിങ്ങൾ ചെയ്തോളി. ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. വിവരമുള്ളവരാണ് എങ്കിൽ ഇതാണ് നിങ്ങൾക്ക് ഖൈർ എന്ന് ഖുർആൻ. കച്ചവടം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. മരണം വരെ ഈ കച്ചവടം നിർബന്ധമാണ്. കച്ചവടത്തിന് അന്നാന്നത്തെ കളക്ഷൻ എന്താണെന്നറിയുമോ? യഗ്ഫിറു ലക്കും ദുനൂബക്കും. അല്ലാഹു നിങ്ങൾക്ക് മഗ്ഫിറത്തിന്റെ മഹാപദവി തരുന്നതാ. നിങ്ങളുടെ പാപം അല്ലാഹു പൊറുക്കുന്നതാ. വയുദ്ഖിലുക്കും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അവിരാമം കളകളാരവം മുഴക്കിക്കൊണ്ട് പാഞ്ഞൊഴുകുന്ന അരുവികളാൽ സമ്പൽ സമൃദ്ധമായ സ്വർഗമാ അല്ലാഹു നിങ്ങൾക്ക് വെച്ചിട്ടുള്ളതെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ രീതിയിൽ നരകമോചനത്തിനുള്ള ഒരു തയ്യാറെടുപ്പ്, ഒരു ഓർമ്മപ്പെടുത്തൽ. ആ നരകം എങ്ങനെയാണെന്നൊക്കെ പറയുന്നത് ഇത് ഖുർആനിന്റെ പ്രയോഗങ്ങളാ. അതിനെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ആ നരകത്തെ കുറിച്ചുള്ള വ്യത്യസ്തമായ ഓർമ്മപ്പെടുത്തലുകൾ ഉള്ളിന്റെ ഉള്ളിലുണ്ടാവണം. അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാവണം നമുക്ക്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ നീ കബൂലാക്ക് തമ്പുരാനേ, പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. റഹ്മാനെ, ഒരുപാട് രോഗികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർക്ക് നീ ആരോഗ്യത്തിൽ ബറക്കത്ത് കൊടുക്കുക അല്ലാ. ട്രീറ്റ്മെന്റിൽ പുരോഗതി നൽകണേ അല്ലാ. കഴിക്കുന്ന മരുന്നിൽ ബറക്കത്തും ശിഫാവും നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ദുബൈയിൽ ഒരു ചെറുപ്പക്കാരൻ, അർഷാദ് എന്ന് പേരുള്ള ചെറുപ്പക്കാരൻ പെട്ടെന്ന് സ്ട്രോക്ക് വന്ന് വളരെ പ്രയാസകരമായ അവസ്ഥയിലൂടെ പോകുന്നു. ഒരുപാട് പേര് അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുന്നു. ഒരു 35-36 വയസ്സ് പ്രായമേ ഉള്ള ഒരു ചെറിയ കുടുംബമുണ്ട്. കുടുംബത്തിന്റെ അത്താണിയാണ് അല്ലാ. ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന് നിശ്ശിഫാ നൽകണേ തമ്പുരാനെ. ഈ വിനീതൻ ജോലി ചെയ്യുന്ന സാഹിബിന്റെ പള്ളി മഹല്ല് സ്വദേശിയാണ് സഹോദരൻ. അല്ലാഹുവേ, ആ കുടുംബത്തിന് സമാധാനം നൽകുക അല്ലാ. ട്രീറ്റ്മെന്റ് വിജയിപ്പിക്കുക അല്ലാ. അല്ലാഹുവേ, ഡോക്ടർമാർ പറയുന്ന സാധ്യതകൾക്കപ്പുറം നിന്റെ കാരുണ്യം വിശാലമല്ലേ അല്ലാ. വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടിടത്ത് മുഅ്മിനീങ്ങൾ ദുആ ചെയ്യുന്നതും ആമീൻ പറയുന്നതും അത്ഭുതങ്ങൾ സംഭവിക്കാൻ കാരണമായിട്ടുണ്ടല്ലോ അല്ലാ. ഒരുപാട് ആളുകൾ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നു, ആമീൻ പറയുന്നുണ്ടല്ലോ തമ്പുരാനെ. പ്രിയപ്പെട്ട സഹോദരന് നീ പരിപൂർണമായ ശിഫാ നൽകണേ അല്ലാ. നീ ശാഫിയല്ലേ അല്ലാ. ശിഫാ നിന്റെ ഔദാര്യമല്ലേ റഹ്മാനെ. അല്ലാഹുവേ റബ്ബേ, ഒരുപാട് പേര് പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, കുവൈത്തിലുള്ള മകന് വേണ്ടിയിട്ട് ദുആ ഇറക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഖൈറായ ജോലി എത്തിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഡ്രൈവിംഗ് സംബന്ധമായ പ്രയാസങ്ങൾ, ലൈസൻസിന് വേണ്ടി ശ്രമിക്കുന്ന മക്കള്, അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ കുടുംബക്കാർ പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രിയ സഹോദരൻ, ഈ ക്ലാസ്സിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന അയ്യൂബ് എന്ന പേരുള്ള സഹോദരൻ മകന്റെ ജോലി സംബന്ധമായ ആവശ്യം പറഞ്ഞു ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. സാധിപ്പിച്ചു കൊടുക്കുക അല്ലാ. എളുപ്പമാക്കണേ അല്ലാ. എളുപ്പമാക്കുക അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഹലാലായ മുറാദ് നീ ഹാസിലാക്കുക അല്ലാ. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാവരിലും ഖൈറ് നൽകുക അല്ലാ. അർഹതയില്ലാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ നീ ഞങ്ങളിൽ തന്നിട്ടുണ്ട്, നിലനിർത്തണേ അല്ലാ. വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങളെ അടുപ്പിക്കണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാ. കടബാധ്യതകൾ വീട്ടിത്തരണേ തമ്പുരാനെ. അല്ലാഹുവേ, പലരുടെയും മരണപ്പെട്ട പലരുടെയും ആണ്ട് ദിവസങ്ങളാണ് ഈ വരുന്ന ദിവസങ്ങളിൽ. പലരും പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകുക അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കണേ അല്ലാ. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സഗാറാ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.